ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 27, പേജ് നമ്പർ 696. യാവൽ സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. പദാനുപദം. യാവത് ഏതു തന്നെയായാലും, സ്ഥാവരജംഗമം സ്ഥാവരജംഗമാത്മകമായ, കിഞ്ചിത് ഏതെങ്കിലും, സത്വം നിലനിൽപ്പ്, സംജായതേ ഉണ്ടാകുന്നു, തത് അത്, ഭരതർഷഭ ഭരതശ്രേഷ്ഠ, ക്ഷേത്രജ്ഞ സംയോഗാത് ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ഇവയുടെ സമ്മേളനം കൊണ്ടാണ്, വിദ്ധി നീ മനസ്സിലാക്കണം. വിവർത്തനം. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും കർമ്മമണ്ഡലത്തിൻ്റെയും ക്ഷേത്രജ്ഞന്മാരുടെയും കർമ്മമണ്ഡലങ്ങളെ അറിയുന്നവർ സംയോഗത്തിൽ നിന്നുളവായതാണ്. ഭാവാർത്ഥം. വിശ്വസൃഷ്ടിക്കും മുമ്പുണ്ടായിരുന്ന ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും കുറിച്ച് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും മലകളെയും പോലെ ചലനമറ്റവയുണ്ട്, ചലിക്കുന്നവയുമുണ്ട്. ഭൗതിക പ്രകൃതിയുടെയും ഉത്കൃഷ്ട പ്രകൃതിയായ ജീവാത്മാവിൻ്റെയും സമ്മേളന ഫലമാണവയെല്ലാം. ശ്രേഷ്ഠ പ്രകൃതിയായ ജീവസത്തയുടെ സമ്പർക്കത്താലല്ലാതെ ഒന്നിനും വളരാനാവില്ല. പ്രകൃതിയും പദാർത്ഥവുമായുള്ള ബന്ധം എന്നും തുടർന്നു പോരുന്നു. ഭഗവത് പ്രേരിതമാണ് ഈ സമ്പർക്കം. അധമോത്തമ പ്രകൃതികളുടെ നിയന്താവും ഭഗവാൻ തന്നെ. ഭഗവത് സൃഷ്ടമാണ് ഭൗതിക പ്രകൃതി. ശ്രേഷ്ഠ പ്രകൃതിയുമായി അതിന് സമ്പർക്കമുണ്ടാകുമ്പോൾ സകല കർമ്മങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ.